മഞ്ചേരിയിൽ വിദേശ ഫുട്ബോൾ താരത്തെ പണം നൽകാതെ പറ്റിച്ചെന്ന പരാതി. ഐവറി കോസ്റ്റ് സ്വദേശി കാങ്ക കൌസിയാണ് മലപ്പുറം എസ്.പിക്ക് പരാതി നൽകിയത്. മഞ്ചേരിയിലുള്ള ഫുട്ബോൾ ക്ലബ്ബ് കഴിഞ്ഞ 6 മാസമായി ശമ്പളമോ താമസ സൗകര്യങ്ങളോ നൽകിയില്ലെന്നാണ് ആരോപണം. How much they offered? How much they offered? How much money they offered? 1 month, 2700. 2500. Yes, 2500. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നെല്ലിക്കുത്ത് FC എന്ന ക്ലബ്ബാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തെ 6 മാസത്തോളമായി ഈ പണം നൽകാതെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്ലബ്ബ് എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ നൽകുന്നുണ്ടോ? ക്ലബിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ലഭിച്ചില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മഞ്ചേരിയിൽ ആദ്യം മഞ്ചേരി പോലീസ് സ്റ്റേഷനെയാണ് ഇയാൾ സമീപിക്കുന്നത്. പിന്നീടാണ് ഇദ്ദേഹത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് വിടുന്നത്. അങ്ങനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് എത്തുന്നത്. കാങ്ക ക്ലൗഡ് എന്ന 24-കാരനാണ് ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ടതായി ഒരു പരാതിയുമായി ജില്ലാ പോലീസ് മേധാവിയെ സമീപിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി കളിക്കാനായി കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ സീസണിൽ 2 കളികൾ മാത്രമാണ് കളിപ്പിച്ചത്. പക്ഷേ ആ കളിപ്പിച്ചതിന് പോലും പണം നൽകിയിട്ടില്ല, ഭക്ഷണം നൽകിയിട്ടില്ല. പറഞ്ഞ മാതിരിയുള്ള ഒരു കാര്യങ്ങളും തനിക്ക് ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഡിസംബർ 2023 മുതൽ ജൂലൈ 2024 വരെ വിസയിൽ പുതുക്കി നൽകാം എന്നുള്ളത് അടക്കം കരാറിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും തനിക്ക് ചെയ്തു തരുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ ഐവറി കോസ്റ്റ് ഫുട്ബോൾ താരം പരാതിയിൽ പറയുന്നത്. ഇദ്ദേഹം SP ഓഫീസിലെത്തിയതോടെ ഇദ്ദേഹത്തിന്റെ പോലീസുകാർ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് നൽകി. പക്ഷേ അദ്ദേഹം അത് കഴിക്കാതെ തനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം, എന്നെ നാട്ടിലേക്ക് അയക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരണം, അതിനുള്ള സംവിധാനം ഈ ക്ലബ്ബുകാർ തന്നെ ചെയ്തു തരണം എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ഉള്ളത്. തന്നെ പറ്റിച്ചവർക്കെതിരെ, തന്നെ വഞ്ചിച്ചവർ തന്നെ തനിക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരണം എന്നാണ് പറയുന്നത്. പണം നൽകാമെന്ന് പറഞ്ഞിരുന്നു. 2 മത്സരങ്ങൾ കളിപ്പിച്ചു. പക്ഷേ അതിലൊന്നും പണം നൽകിയില്ല. തനിക്ക് മറ്റു ഒരു സംവിധാനങ്ങളും അവർ ഒരുക്കി നൽകിയില്ല എന്നാണ് പരാതിയിൽ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ക്ലബ്ബുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അന്വേഷണം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീഫ്.